ഇന്ന് കാർത്തികയാണ്. കാർത്തിക ദിവസം നമ്മൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാർത്തിക കറി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കാർത്തിക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടുത്താം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടല, പയറ്, മുതിര, നമ്മുടെ വലിയ പയറ്, ഇതിത്രയാണ്. ഞാൻ കുറേശ്ശെ എടുത്ത് ഇന്നലെ കുതിർത്ത് ഇന്ന് രാവിലെ അത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇടണം. അത് മത്തങ്ങ, നമ്മുടെ ശീവക്കിഴങ്ങ്, കാച്ചിൽ, ചേന, ചേമ്പ്, അതുപോലെ തന്നെ ഏത്തക്ക, ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇതിനെ ഇനി കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കാണാം. ഇത് ഞാൻ 2-3-4 വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളായതുകൊണ്ട് അതിൻ്റെ കറുത്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. നമ്മൾ ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ട് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മളുടെ കിഴങ്ങൊക്കെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പാത്രം മതി. ഇനി അടച്ചു വെച്ച് വേവിച്ചിട്ട് കാണാം. നമ്മൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് ശരിയാക്കി എടുക്കാം. ഞാനൊരു 1/4 തേങ്ങയുടെ 1/4 ഭാഗവും നമ്മൾ തേങ്ങ ശരിയാക്കി ഇതെടുത്തിട്ടുണ്ട്. ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 2.5 ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് അരച്ച് 2 വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ എയറെല്ലാം പോയി കുക്കറിൽ നമുക്ക് തുറന്നു. അങ്ങനെ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കൂട്ടുകറിയായിട്ട് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കാണാം. ചട്ടി ചൂടായപ്പോൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിക്കാൻ പയറും കൂടെ ഇട്ട് കൊടുക്കുക. പയറ്, കടല, മുതിര. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് നല്ല പോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ.
നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് കടുക് വറുത്തിടുന്നതിന് വേണ്ടിയത്. നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കപ്പ് തേങ്ങ, നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തു, കടുകൊക്കെ പൊട്ടി. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.